നമസ്കാരം. ഞാൻ ഡോക്ടർ അനശ്വര, പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ കൺസൾട്ടന്റ് പൾമോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. എല്ലാ വർഷവും മാർച്ച് 24 നാം ലോക ക്ഷയരോഗ ദിനം അഥവാ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആയി ആചരിക്കുന്നു. 1882 മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന രോഗാണുവാണ് ക്ഷയരോഗം ഉണ്ടാക്കുന്നതെന്ന് റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിക്കുകയും അത് ലോകത്തെ പ്രബന്ധം മുഖേന അവതരിപ്പിക്കുകയും ചെയ്ത ദിനമാണ് മാർച്ച് 24. ലോക ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്ത് ഏകദേശം 10.8 ദശലക്ഷം ക്ഷയരോഗികളുണ്ട്. അതിൽ തന്നെ 25% ഇന്ത്യയിലാണ്. ക്ഷയരോഗം മൂലമുണ്ടാകുന്ന മരണനിരക്ക് ഏകദേശം 1.28 ദശലക്ഷമാണ്. ഈ വർഷത്തെ ക്ഷയരോഗ ദിന സന്ദേശം എന്നത് യെസ് വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ എന്നതാണ്. എന്തൊക്കെയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ? നമ്മുടെ ശരീരത്തിൽ നഖം, മുടി ഒഴികെ ബാക്കി എല്ലാ അവയവങ്ങളെയും ക്ഷയരോഗം ബാധിക്കാവുന്നതാണ്. എന്നാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന പൾമണറി ട്യൂബർകുലോസിസ് ആണ് ഏറ്റവും കൂടുതലായി നാം കണ്ടുവരുന്നത്. ശ്വാസകോശ TBയുടെ ലക്ഷണങ്ങൾ പ്രധാനമായും വിട്ടുമാറാത്ത ചുമ, പനി, കഫത്തിലുള്ള രക്തത്തിന്റെ അംശം, ഭാരക്കുറവ്, അതുപോലെ വിശപ്പില്ലായ്മ എന്നിവയാണ്. എന്നാൽ തലച്ചോറിനെ ബാധിക്കുന്ന TB പ്രധാനമായും വിട്ടുമാറാത്ത തലവേദന, അപസ്മാരം, ഛർദി എന്നിവയായും നട്ടെല്ലിനെ ബാധിക്കുന്ന TB പ്രധാനമായും വിട്ടുമാറാത്ത നടുവേദനയായും പ്രസന്റ് ചെയ്യാവുന്നതാണ്. HIV രോഗബാധിതർ, പ്രമേഹ രോഗികൾ, വൃക്ക രോഗികൾ, ക്യാൻസർ പേഷ്യൻസ്, അതുപോലെ അമിതമായി മദ്യപിക്കുന്നവർ, പുകവലിക്കുന്നവർ എന്നിവർക്ക് ക്ഷയരോഗം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് രോഗനിർണയ മാർഗങ്ങൾ? ശ്വാസകോശത്തെ ബാധിക്കുന്ന TB പ്രധാനമായും കഫം ടെസ്റ്റിലൂടെ നിർണ്ണയിക്കാവുന്നതാണ്. എന്നാൽ എക്സ്ട്രാ പൾമണറി ട്യൂബർകുലോസിസ് ഏത് അവയവത്തെയാണോ ബാധിക്കുന്നത് അതനുസരിച്ചുള്ള ടെസ്റ്റുകൾക്ക് രോഗി വിധേയനാകേണ്ടതാണ്. രോഗം നിർണയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാവുന്ന അസുഖമാണ് ട്യൂബർകുലോസിസ്. കുറഞ്ഞത് 6 മാസത്തെയെങ്കിലും ചികിത്സ വേണ്ട ഒരു അസുഖമാണ് TB. എന്നാൽ തലച്ചോറിനെ, അസ്ഥികളെ അഥവാ നട്ടെല്ലിനെ ബാധിക്കുന്ന TBക്ക് ഏകദേശം 9 മാസം മുതൽ 12 മാസം വരെയുള്ള ട്രീറ്റ്മെന്റ് അനിവാര്യമാണ്. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ രോഗി ചികിത്സ നിർത്തിയാൽ ക്ഷയരോഗം പിന്നീട് തിരിച്ചു വരാനും സാധാരണ മരുന്നുകൾക്ക് പ്രതികരിക്കാത്ത, ചികിത്സിച്ചു മാറ്റാൻ ബുദ്ധിമുട്ടുള്ള TB അഥവാ ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ് ആയി അത് മാറാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ഷയരോഗബാധിതർ വായും മുഖവും ഒത്തിപ്പിടിക്കാതെ ചുമയ്ക്കുകയോ തുമ്മുകയോ അലക്ഷ്യമായി തുപ്പുകയോ ചെയ്യരുത്. നമ്മുടെ ഈ വർഷത്തെ വേൾഡ് ട്യൂബർകുലോസിസ് ഡേയുടെ സന്ദേശം പോലെ തന്നെ യെസ് വി ക്യാൻ എൻഡ് TB. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പ്രവർത്തിക്കാം TB എന്ന അസുഖത്തെ നമ്മുടെ ലോകത്തിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിനായി. നന്ദി, നമസ്കാരം.